നവംബർ 7-ാം തീയതിയുള്ള വീഡിയോ. ഇന്നൊരു ദിവസമൊക്കെ നമ്മൾ രാവിലെ 8 മണിയൊക്കെ എണീറ്റ് പിന്നെ ഉറങ്ങിയില്ല, തോന്നിയില്ല. ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്, കണ്ണിനെല്ലാം വരുന്ന അത്രയും ഉറക്കം വരുന്നുണ്ട്. മൊബൈലിൽ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുകയാണ്. കണ്ണിന് നമുക്ക് വെള്ളം കണ്ണിന് വരുന്ന അത്രയും ഉറക്കമായി. പിന്നെ ഇന്ന് 4-ാമത്തെ ദിവസമാണ് വ്രതം എടുത്തിട്ട് ഇനി നാളെ കൂടി ചോറ് കഴിക്കുന്നതാണുള്ളത്. മറ്റന്നാളൊന്നും കഴിച്ചുകൂടാത്ത ദിവസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതുവരെ തലവേദനയൊന്നുമില്ല. ഇന്നലെയൊക്കെ തലവേദന വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിനാണ് രാവിലെ എണീറ്റത്. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ രാവിലെ എണീറ്റ് ശീലമൊന്നും ഞാൻ ഉപയോഗിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശീലമാകുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മണിയൊരു 10:45 ആയിട്ടുണ്ടാവും. 10:30. ചിലപ്പോൾ താഴെ പോകും. വീട്ടിലൊരു കുഞ്ഞാലുണ്ട്, ചേച്ചിയുടെ കുഞ്ഞാല്. അപ്പോൾ അവളുടെ കൂടെ കളിക്കുമ്പോൾ അവർക്കും കുറച്ച് ഹാപ്പിയാവും. പിന്നെ മഴ ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴയായിരുന്നു. നല്ല പെരുമഴയായിരുന്നു ഇന്നലെ രാത്രി. പിന്നെ ഡ്രസ്സ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നനച്ചിട്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എണീറ്റപ്പോൾ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വിരിച്ചിടണം, അയൽ ഉണങ്ങാൻ വേണ്ടി ഇടണമല്ലോ. അപ്പോൾ അത് പോയി അതും കൂടി ഉണങ്ങാനിട്ടിട്ട് വരും, ഉണക്കാനിട്ടിട്ട് വരും. ഇത് പകുതി ചോറ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ചോറ് ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഞാനത് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് എടുത്തിട്ടില്ല. ഇന്ന് തൈര് എടുത്തില്ല, കാരണം ഞാൻ അതും കഴിക്കാറില്ല. പുളിയും മുളകും ഞാൻ വിടിയതുണ്ട്. ഇത് ചമ്മന്തി വീട്ടിലരച്ചത്, ഇത് അമ്പലത്തിലെ ചമ്മന്തി കുറച്ച്. അപ്പോൾ ഇന്ന് 4-ാമത്തെ ദിവസമാണ്. നാളെ കൂടിയാണ് ചോറ് കഴിക്കേണ്ട ദിവസം, കഴിക്കാൻ പറ്റുന്ന ദിവസം. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ 7-ാം തീയതി നവംബർ 2021 ഞായറാഴ്ച. ഇപ്പോൾ സമയം ഒരു 2:20 ആയിട്ടുണ്ട്. 2:21 അപ്പോൾ അമ്മയും ചേച്ചിയും കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞാവേനെ ആരെങ്കിലും എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും അവിടെ നിന്ന് വാശിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ അവിടെ എടുത്തിട്ട് ചേച്ചി കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ റൂമിൽ ഇപ്പോൾ വന്ന് കഴിക്കുവാണ്. അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നല്ല തലവേദന, നല്ല വിശപ്പ്, നല്ല ക്ഷീണം, നല്ല ഉറക്കം ഒക്കെ തോന്നിയ ദിവസമാണ്. സാധാരണ ചേച്ചിക്ക് അങ്ങനെ വിശപ്പ് ക്ഷീണമൊന്നുമില്ല എന്നാണ് പറയുക. ഇന്ന് നല്ല വിശപ്പ്, നല്ല ദാഹം, നല്ല ക്ഷീണവും ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് അവളും പറയാനായിട്ടായിരുന്നു കുറച്ച് നേരത്തെ. അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല. എനിക്ക് തലവേദന ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്. ഞാൻ ചായ ശീലമായിട്ട് കുടിച്ചത് കൊണ്ടായിരിക്കും, ഒരുപാട് കുടിക്കുമായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്, വിശക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുളിമുളക് അവിടെ നിന്ന് ഒഴുകി ഇങ്ങോട്ട് ഒരുപാട് വരാതിരിക്കാൻ വേണ്ടി ബൗണ്ടറി. വൈകിട്ടൊക്കെ നല്ല അടിപൊളി ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഇപ്പോൾ സമയം 9 ആവാറായി, 8:50 8 മണിയായപ്പോൾ ഇന്ന് കരിക്കിൻ്റെ വെള്ളം കരിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നലെ വീട്ടിലെ കരിക്ക് അടുത്തായിരുന്നു, പക്ഷെ ഇന്നത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കരിക്കില്ലായിരുന്നു. 2 ഓറഞ്ചും 2 ആപ്പിളുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം പഴം, ഒരു 3-4 പഴം ഞാൻ കഴിച്ച്. ഇനി ഇത്രയും പഴം കൂടി ഉണ്ട്. ഇനി മുന്തിരിയുണ്ട്, അത് ഞാൻ ഇന്ന് കഴിച്ചില്ല, നാളത്തേക്ക് എടുത്ത് ഫ്രിഡ്ജ് വെച്ച് അത് നാളെ കഴിക്കുള്ളൂ. ഇത്രയും മതി. ഇനി കുറച്ച് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യും, വീഡിയോസ് എന്തെങ്കിലും കാണും. അത്രയേ ഉള്ളൂ. ഇന്ന് രാവിലെ 8 മണിക്ക് എണീറ്റതാണ്. അതുകൊണ്ട് ഇന്ന് നേരത്തെ ഉറക്കം വന്നാൽ വലിയ ഉപകാരം. കിടന്ന് ഉറങ്ങും, ഉറക്കം വരുമ്പോൾ ഉറങ്ങും.